മീശപ്പുലിമല മീശപ്പുലിമല മീശപ്പുലിമല. ചെങ്ങൈമാരെ, ഞങ്ങളിതാ മൂന്നാറിന് ജീപ്പ് എടുത്തിട്ട് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നല്ല തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയാണ് നമ്മളെ യാത്ര. അങ്ങനെ സൈലന്റ് വാലി എത്തി. മുത്തൊണ്ണന്റെ കടയിൽ നിന്ന് ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ട് പിള്ളേരെ വക ഗ്രൗണ്ടിൽ നിന്ന് 2 ഡാൻസും കളിച്ചിട്ട് നമ്മൾ യാത്ര വീണ്ടും തുടരുകയാണ്. നല്ല കിടിലൻ ക്ലൈമറ്റ് ആണ് കേട്ടോ. അങ്ങനെ നേരെ ബേസ് ക്യാമ്പ് എത്തി. നമ്മള് നല്ല അടിപൊളി മഴയൊക്കെ പെയ്ത് അസല് മണവാട്ടി നിൽക്കുന്നുണ്ട് നമ്മളെ ബേസ് ക്യാമ്പ്. ബേസ് ക്യാമ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറെ ഉണ്ട്, അതൊക്കെ പിന്നെ പറയാം. നമുക്ക് നേരെ മീശപ്പുലിമലക്ക് പോകാം. പോണ പോക്ക് തന്നെ ആകാശൊക്കെ കളറ് പൊട്ടിക്കിടക്കിട കാണാൻ പറ്റും. അങ്ങനെ ജീപ്പ് നിർത്തി ആദ്യത്തെ മല കയറി. കണ്ട കാഴ്ച യാ മോനെ, സൂര്യനെ നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നു. ഒരു മായാ ലോകത്തിലെത്തിയ ഫീൽ തന്നെ. അങ്ങനെ നടത്തം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്ത് രസകരമായിട്ടുള്ള ഭൂമിയാണെന്ന് അറിയോ. വെസ്റ്റേൺ ഗഡ്സിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ വെച്ചിട്ടാണ്. മക്കളെ, നമ്മളിതാ മേലെത്തി. ഇന്റെ മോനെ, സ്വർഗം. ഭൂമിക്കും സ്വർഗത്തിനും ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്താണ് ഇവിടെ പഠിച്ചോനെ കാണുന്നത്? ഇതെല്ലാം കൂടി ഇങ്ങോട്ട് കണ്ടേക്ക് നമ്മളെ കൂടെയുള്ള പിള്ളേരത് അങ്ങോട്ട് ഓടുന്നത് ഇങ്ങോട്ട് ഓടുന്നത്, ഫോട്ടോസ് എടുക്കുന്നത്. പിന്നെ നേരെ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് സ്റ്റേഷൻ, ഇത് കൊടൈക്കനാല്, വലത്തോട്ട് നോക്കിയാൽ കൊളുക്കുമല, പിന്നെ ആനയിറങ്ങൽ ഡാം, സൂര്യനെല്ലി ഏരിയ അപ്പുറം കാണാം. ഇടത്ത സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലപ്പെട്ടി കാണാം. അങ്ങനെ എന്തൊക്കെ ഉണ്ടോ എല്ലാം അതിന്റെ മേളിൽ കാണാം. കാരണം അത്രയും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ ചങ്ങൈമാരെ, മനസ്സില്ല മനസ്സോടെ വീണ്ടും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ സ്വർഗീയ പൂങ്കാവനത്തിൽ നിന്ന് നമ്മൾ പടിയിറങ്ങുകയാണ്. ശരീരം മാത്രമേ പോകുന്നുള്ളൂ, മനസ്സിനെ അവിടെ ആ മൂലക്കൽ ഇരുത്തിയിട്ടില്ല. മലന്റെ മണ്ടയിൽ ആ ഓർമ്മകളും ആ കാഴ്ചകളും തഴുകി തലോടുന്ന കാറ്റും മറക്കില്ല. മീശപ്പുലിമലയെ നിന്നെ ഒരിക്കലും മറക്കില്ല.